അപ്പോൾ ഇന്നത്തെ പരിപാടി ഇസ് ലാപ്ടോപ്പ് ഹണ്ടിങ്. അപ്പോൾ നമ്മളൊരു വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് എൻ്റെ ഫ്രണ്ടിൻ്റെ നിന്ന് ലാപ്പ് എടുത്തു. എൻ്റെ ലാപ്പ് ഓൾറെഡി ഡെഡായിരുന്നു. അപ്പോൾ അത് നമ്മളൊരു രാവിലെ തൊട്ടിട്ട് ഉച്ച വരെ അതിൻ്റെ മേലെ ഇരുന്നു, അത് വർക്ക് ചെയ്യുന്നില്ല. ഫൈനലി വി ആർ ഗോണ ഗെറ്റ് എ ലാപ്ടോപ്പ്. അവർ എയിം ഇസ് ടു ടേക്ക് എ മാക്, ബട്ട് എന്താണ് കിട്ടാതറിയില്ല. ലെറ്റ്സ് ഗോ സീ വാട്ട് വി ക്യാൻ. ലെറ്റ്സ് ഗോ ഗെറ്റ് ആർ മാക്. പെട്ടെന്ന് പോവാം. ഞങ്ങൾ ബെസ്റ്റ് ബൈയിലും പോയായിരുന്നു, ആപ്പിളിൻ്റെ സ്റ്റോറിലും പോയായിരുന്നു. ഇപ്പോൾ കാണുന്നത് ബെസ്റ്റ് ബൈയിലെ റേറ്റ്സ് ആണ്. ഇത് മാക്ബുക്ക് എയർസും അതിൻ്റെ വേരിയസ് സ്ക്രീൻ സൈസസും ആണ്, 13 ഇഞ്ച് 15 ഇഞ്ച്. ഇപ്പോൾ കാണുന്നത് മാക്ബുക്ക് പ്രോസ്, അതിൻ്റെ റേറ്റ്സും ഡിഫറെൻറ്റ് വേർഷൻസും സ്ക്രീൻ സൈസ് ഡിഫറൻസ് ഉള്ള ലാപ്ടോപ്സാണ്. ഇത് മാക്ബുക്ക് പ്രോ ആയിരുന്നു ഫ്രം ബെസ്റ്റ് ബൈ. സൈഡിൽ അവരെല്ലാം ഓഫർ പ്രൈസ് ഇട്ടിട്ടുണ്ടായിരുന്നേ. ആൻഡ് ദിസ് ഇസ് ഫ്രം ദി ആപ്പിൾ സ്റ്റോർ. ആപ്പിൾ മാക്ബുക്ക് എയർസ് ആണ് ഇരിക്കണത്, M2 M3. ആൻഡ് തൊട്ടപ്പുറത്ത് മാക്ബുക്ക് പ്രോസ് ഉണ്ട്, പിന്നെ ബാക്കി ആപ്പിൾ പ്രോഡക്ട്സ് ആസ് യൂഷ്വൽ ഇൻ ആപ്പിൾ സ്റ്റോർ. അവസാനം ഈ സാധനം അങ്ങനെ കയ്യിൽ കിട്ടിയിരിക്കുന്നു. ഇവളെ റിജക്ട് ചെയ്തു ഗൈസ്, എന്നിട്ട് ഇവനെ ആക്സെപ്റ്റ് ചെയ്തു. മണ്ടന്മാര്, അവർക്കറിയില്ല കല്യാണം കഴിഞ്ഞാൽ. പലിശക്കാർക്ക് പോലും ഇവളെ വേണ്ട ഗൈസ്. ഇതൊക്കെ കേട്ടോ, നീ കൂടെ ശേഷം ഇവരൊക്കെ. Coming back home with a brand new MacBook. വീട്ടിൽ പോയിട്ട് ഇതിന്റെ എന്തൊക്കെ ഇവിടെ വന്ന് ചെയ്തു, ഇതിന്റെ പ്രോസസ്സൊക്കെ ജസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്യാം. I have my first MacBook with me. ഭർത്താവ് മേടിച്ചെന്നു മാത്രം. ഇവളെ ഫിനാൻസുകാർ റിജക്ട് ചെയ്തു ഗൈസ്. സോ നാണക്കേട്, ഇതിൽ പരം നാണക്കേടോ. അയ്യോ, എന്റെ കാർഡൊക്കെ അപ്പം തിരിച്ചു തന്നില്ലേ. ഇങ്ങത്താ My first MacBook. It's a MacBook Air midnight blue color, and description 13.6 inch. What else? 8 GB unified memory, 256 GB SSD. Blah 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 blah. That's it. Oh no. ഹൈ എന്താ എൽ? ഞാൻ തന്നെ നോക്ക എന്തൊക്കെയാണ്. Oh my god. ഇങ്ങനെ എടുക്കണം. Okay, so that's the main machine. വേറെ എന്തൊക്കെയുണ്ട്? അതിന്റെ കേബിൾ ഉണ്ട്, ചാർജിങ് കേബിൾ. അതിൻ്റെ ഉള്ളിൽ മറ്റേ ചാർജിങ് സാധനം ഇരിക്കും. ദിസ് തിങ്, ദിസ് ചാർജർ, അത്ര ഉള്ളു. സോ ചാർജർ കിട്ടിയിട്ടുണ്ട്, അതിൻ്റെ കേബിൾ കിട്ടിയിട്ടുണ്ട്, കുറച്ച് ബുക്കും പേപ്പറും കിട്ടിയിട്ടുണ്ട്, സാധനത്തിൻ്റെ സ്റ്റിക്കറൊക്കെ ഉണ്ടെന്ന് വിചാരിക്കണം. യെസ്, ഓക്കെ. സോ ദിസ് ഇസ് what's it. This is the charger. 30 watt ന്റെ USB-C powered adapter ആണ് കിട്ടിയിട്ടുള്ളത്. With the thing, I think it's 2 meter ആണോ 1 meter ആണോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ, അതിൽ എഴുതിയിട്ടുണ്ടാവും. കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല. ഇറ്റ് ഷുഡ് ബി 1 meter or 2 meter, അറിഞ്ഞൂടാ. ഓക്കെ, സാധനം പൊട്ടിക്കും, മെയിൻ സാധനം. Oh no. പൊട്ടിക്കാണ്. ഇപ്പൊ പൊട്ടും. MacBook. ഇപ്പൊ പൊട്ടും. യെസ്, ഇപ്പൊ പൊട്ടും. ഇപ്പൊ പൊട്ടും.
ഓ ഹായ് ഹൈ ഹൈ കേമം കേമായിരിക്കണു. ദിസ് ഇസ് ഹൗ ഇറ്റ് ലുക്സ്. എന്തൊരു കുട്ടാ, കാത്തിരിക്കായിരുന്നു അല്ലേ? ഇതൊരു ബ്ലാക്ക് ഫീൽ ഉണ്ടല്ലേ? അത് ലൈറ്റിൻ്റെ ഇതായിരിക്കും. ആക്ച്വലി ദ കളർ ഇസ് മിഡ് നൈറ്റ് ബ്ലൂ. രസമുണ്ട് കേട്ടോ കളർ കാണാൻ. ആ ഷോറൂമിൽ ഇരിക്കുന്നതിനെക്കാട്ടിലും ഒരു ഭംഗി, ഒരു ബ്ലാക്ക് ഫീൽ ഉണ്ട്. ഇതിന്റെ ഫ്രണ്ട് അവിടെ ഇരിപ്പുണ്ട്. സോറി, ഓണാക്ക് ഐ ഡോണ്ട് നോ ഇത് ഓൺ ആകുമോ. ഓണാവുമല്ലോ. ഐ തിങ്ക് സോ. അമർത്തി പിടിക്കേണ്ട ആവശ്യം ഉണ്ടാവും തോന്നുന്നില്ല. ഐ ഹാവ് നോ ഐഡിയ. മേ ബി ചാർജ് ചെയ്തിട്ടുണ്ടോ വരുമായിരിക്കും. എനിക്കിത് ഓണാക്കാൻ അറിയാത്തോണ്ടല്ലോ അല്ലേ? അതിനല്ലേ പവർ ബട്ടൺ? അത് ടച്ച് ഐ ഡി അങ്ങനത്തെ എന്തോ ആണ്. ആ ടച്ച് ഐ ഡി ഉണ്ടാവും പറഞ്ഞോളെ. ശരിയാ. പക്ഷേ ഐ തിങ്ക് വി ഷുഡ് ചാർജ് ഇറ്റ്, ഐ ഗസ്. എന്തായാലും അത് ഓപ്പൺ ആക്കാം. ഓക്കെ, വി ആർ ഓപ്പണിംഗ് ദിസ് തിങ്, വി ആർ കണക്ടിങ് ദിസ് തിങ്. വരൂ പെട്ടെന്ന് വരൂ. ഓക്കെ, ഇത് കുറച്ച് ലെങ്ത് ഉള്ള കേബിളാണ്. അതുപോലെ മറ്റേ ആ നോർമൽ ഐഫോണിന്റെ പോലത്തെ ആ പഴയ കേബിളല്ല, പുതിയ ഒരു തരം ഒരു ക്ലോത്ത് പോലത്തെ ഒരു സാധനമല്ലേ. സം ടെക്നിക്കൽ ടേംസ് ആർ ദേർ, ഐ ഡോണ്ട് നോ. Let me connect this. Okay, 1 second. ഇതാണ് ഐറ്റം. That's the item. Okay, give me this thing. ഇവിടെ എന്തെങ്കിലും നടക്കുന്നുണ്ടോ? എന്തോ ഈശ്വര ഓണായി ഗുയ്സ്. സീനാണ് ബഡ്ഡി. യുഎസിൽ കാനഡ ഇല്ല ഉണ്ട്. അപ്പോൾ നമ്മൾ ആപ്പിൾ ഐഡിയും കാര്യങ്ങളൊക്കെ എൻ്റർ ചെയ്ത് സിസ്റ്റം ഒന്ന് ആദ്യത്തെ സെറ്റപ്പ് കഴിഞ്ഞപ്പോൾ ദിസ് ഇസ് ഹൗ ഇറ്റ് ലുക്സ്. ആൻഡ് ചാർജ് ഉണ്ടായിരുന്നില്ല, ചാർജ് കയറിക്കൊണ്ടിരിക്കുന്നു. വൈഫൈ കണക്ട് ചെയ്തു, ഓക്കെ ഇരിക്കുന്നു. ഇനി ഇതിന്മേ ബാക്കി നമ്മളുടെ പണി ഉപകരണങ്ങൾ സെറ്റപ്പ് ചെയ്യേണ്ടിയിരിക്കുന്നു. ആൻഡ് കമ്മിങ് ബാക്ക് ടു ഹൗ വി ടുക്ക് ദിസ് ലാപ്ടോപ്പ്. അപ്പോൾ നമ്മൾ ബ്രമീലിയ സിറ്റി സെൻറ്ററിൽ പോയിട്ട് ബെസ്റ്റ് ബൈയിലും ചെക്ക് ചെയ്തായിരുന്നു, ആപ്പിളിൻ്റെ സ്റ്റോറിലും ചെക്ക് ചെയ്തായിരുന്നു. ആപ്പിൾ സ്റ്റോറിൽ നിന്നാണ് നമ്മൾ ലാപ്പ് എടുത്തത്. സോ ബെസ്റ്റ് ബൈയിൽ ചെക്ക് ചെയ്തപ്പോൾ അവിടെ പ്രൊമോഷനും കാര്യങ്ങളൊക്കെ പോകുന്നുണ്ടായിരുന്നു. ഫോർ ദിസ് വെറൈറ്റി ഇറ്റ് വാസ് 1199 ഓഫർ പ്രൈസിൽ കിടക്കുന്നുണ്ടായിരുന്നു. നമ്മൾ ഫിനാൻസിങ് ഓപ്ഷൻസ് ചെക്ക് ചെയ്തപ്പോൾ അവർ പറഞ്ഞത് we can finance it for 1 year, something around, they gave us an amount, so something around that's what it would cost. I think $110 ൻ്റെ ഉള്ളിൽ ഒരു എമൗണ്ട് പറഞ്ഞു. പ്ലസ് ഒരു $90 ഇനിഷ്യൽ സെറ്റപ്പ് ഫീ, ഇങ്ങനെ പേയ്മെൻറ്റ് അറേഞ്ച്മെൻറ്റിൽ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇനിഷ്യൽ ഒരു ഫീയും ഉണ്ടാവും എന്ന് പറഞ്ഞു. നമ്മൾ അത് കഴിഞ്ഞിട്ട് ആപ്പിളിൻ്റെ സ്റ്റോറിൽ പോയി. സ്റ്റോറിൽ പോയപ്പോഴാണ് അവരുടെ വേറൊരു ഫിനാൻസിങ് അല്ലാണ്ട് വേറൊരു ഓപ്ഷൻ ഉണ്ടെന്ന് പറഞ്ഞത്. ദാറ്റ് ഈസ് ലീസിങ്. വി ക്യാൻ ടേക്ക് ദിസ് കമ്പ്യൂട്ടർ ഓൺ ലീസ് ഫോർ 3 years for a monthly payment of, I mean in total is what I'm saying, we'll be paying $45 a month for 3 years for this thing. And by the end of that term we can pay like a small amount. ഒരു എനിക്ക് തോന്നുന്നു $45 നമ്മളിപ്പോൾ 3 yearsന് അടച്ചു കഴിഞ്ഞാൽ ബൈ ദി എൻഡ് ഒരു $200 or $300 അധികം ഉണ്ടാവും. അത് നമ്മൾ പേ ചെയ്യുകയാണെങ്കിൽ വി ക്യാൻ കീപ് ദിസ് സിസ്റ്റം. ഓർ അല്ല, നമുക്ക് അപ്ഗ്രേഡഡ് വേർഷൻ അപ്പ് ചെയ്തുള്ളതെന്ന് വെച്ചാൽ അതിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ വി ക്യാൻ ഗിവ് ദിസ് തിങ് ബാക്ക് ആൻഡ് we can check for whatever is the latest thing they have then. അതാണ് പ്ലാൻ. സോ
ബെസ്റ്റ് ബൈയിൽ ലീസിങ്ങിൻ്റെ ഓപ്ഷൻ ഉണ്ടായിരുന്നില്ല, ഫൈനാൻസിങ്ങിൻ്റെ ഓപ്ഷൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഈവൻ ആപ്പിൾ ഹാസ് ഫൈനാൻസിങ് ഓപ്ഷൻ. പക്ഷെ എനിക്ക് തോന്നി നമ്മൾ ഒറ്റയടിക്ക് ഒരു ഫൈനാൻസിങ് എന്നുള്ള ഡിസിഷൻ, അതുപോലെ ഒരു $120 ഒരു മാസം ഇടുന്നതിനെക്കാട്ടിലും നല്ല, ആൻഡ് ഇറ്റ്സ് ഫോർ 1 year, ഫൈനാൻസിങ് ഇസ് ഫോർ 1 year. അതിനേക്കാൾ നല്ലത് ഐ തോട്ട് വിൽ ടേക്ക് സം മോർ ടൈം. എനിവേ ഇതെന്തായാലും ഒരു 5-6 years ഒരു വിഷയമില്ലാണ്ട് വർക്ക് ചെയ്തോളും. അപ്പോൾ ഐ തോട്ട് വിൽ ഗോ ഫോർ ദ ലോങ്ങർ ടേം ആൻഡ് വിൽ പേ ഫോർ ഇറ്റ് പാർട്ട് ബൈ പാർട്ട്. അങ്ങനെയാണ് വി ഗോട്ട് ദിസ് ബ്യൂട്ടി. Okay, and in coming back to the price, in Apple, 1,299 plus tax is what we have paid, and leasing, അവരുടെ ലീസിങ് ഓപ്ഷൻ ഇസ് വിത്ത് RBC ബാങ്ക്. അപ്പോൾ നമ്മൾ ഒരു പ്രീ അപ്രൂവൽ പോലെ, ക്രെഡിറ്റ് അപ്രൂവൽ ആവുന്ന പോലെ ഒരു കപ്പിൾ ഓഫ് ഫോംസ് ഫില്ല് ചെയ്യാനുണ്ട്. അത് ഫില്ല് ചെയ്ത് നമ്മൾ RBCയിൽ ആ പ്രീ അപ്രൂവൽ പ്രോഗ്രാമിന് അക്സെപ്റ്റ് ആയിക്കഴിഞ്ഞാൽ ആണ് നമുക്കിത് എടുക്കാനുള്ള ബാക്കി പ്രോസസ്സിലേക്ക് കിടക്കാൻ പറ്റുള്ളൂ. ദൈവാനുഗ്രഹം കൊണ്ട് RBCക്കാർ എന്നെ കണ്ടതും ഓടിക്കോളാൻ പറഞ്ഞു, തരില്ല എന്ന് പറഞ്ഞു. എനിക്ക് റിജക്റ്റായി. ആൻഡ് ദെൻ വി ട്രൈഡ് വിത്ത് ഷൈജുവിൻ്റെ ഡീറ്റെയിൽസ്. ദാറ്റ് ഈസ് വെൻ പറയൂ അവരത് അപ്രൂവ് ചെയ്തു. അങ്ങനെ ഞങ്ങൾക്ക് ഈ ലാപ്ടോപ്പ് കിട്ടി. സൂക്ഷിച്ച് ഉപയോഗിക്കണം. നോക്കി അത് ശരി, നോക്കി അമർത്തുക. ഫിംഗർ പ്രിന്റ് പോലും നിന്റെ സെറ്റ് ചെയ്തിട്ടുണ്ട് വൃത്തികെട്ടവള്. അത് നോക്കി അടിക്കണം. ഞാൻ കഷ്ടപ്പെട്ട് അധ്വാനിച്ചുണ്ടാക്കി. ഓക്കെ, എന്നാ സൈൻ ഓഫ്. ഞങ്ങളുടെ ഇത്ര നേരത്തെ കത്തി ആൻഡ് ലാപ്ടോപ്പ് കഥ കേട്ടതിന് താങ്ക്സ് ഫോർ എവ്രി വൺ. വിൽ ബി ബാക്ക് വിത്ത് more interesting videos.